എല്ലാവർക്കും നമസ്കാരം. ഏകദേശം 100 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ, അതായത് 2126 ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടാവും. റെയർലി ആയിട്ട് ചില ആളുകളൊക്കെ കുറച്ച് പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗാഡ്ജറ്റുകൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ വണ്ടി ഒക്കെ സ്ക്രാപ്പ് വിലയ്ക്കൊക്കെ വിറ്റ് അത് വേറൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്, അതൊക്കെ മാറി അതിൻ്റെ രൂപം, അതിൻ്റെ ഘടന ഒക്കെ മാറിയിട്ടുണ്ടാവും. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വഴി, നമ്മൾ ചെയ്തു തീർത്തിരിക്കുന്ന നമ്മുടെ ജോലി, നമ്മുടെ സ്ഥാപനം എല്ലാം മാറിയിട്ടുണ്ടാവും. എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം മാറി ഒരു പുതിയ ജനറേഷൻ ഈ ലോകത്തിൽ രൂപമെടുക്കും. ഒരു 100 വർഷം മുൻപോട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ നിങ്ങളെ അലട്ടുന്ന നൂറുകണക്കിന് അല്ലെ 1000 കണക്കിന് ഇപ്പോൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ അത് വലിയൊരു പ്രശ്നമാണോ? 5 വർഷത്തേക്ക് മുൻപിലേക്ക് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. 100 വർഷത്തിന് മുമ്പിലേക്ക് പല കാര്യങ്ങളും പുതുതായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ 5 മിനിറ്റ്, 6 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ പോരെ? പിന്നെ എന്തിനാണ് 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് സംഭവിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത്? താങ്ക് യു സോ മച്ച്.